ഹലോ ഫ്രണ്ട്സ്, മാക്ഡൊണാൾഡ്സ് പേര് കേൾക്കുമ്പോൾ തന്നെ ചായം തേച്ച മുഖത്തോടെയുള്ള കോമാളിയും ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള കമാന എം അക്ഷരവും ലോക ജനതയുടെ മനസ്സിൽ വരച്ചിട്ട ആഗോള ഭീമൻ, ഒരുപക്ഷെ ലോകത്തെ തന്നെ ഫാസ്റ്റ് ഫുഡ് ശീലം പഠിപ്പിച്ച തല തൊട്ടപ്പൻ. മാക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റ് ശൃംഖല ചെന്നെത്താത്ത രാജ്യങ്ങൾ വിരളമാണെന്ന് തന്നെ പറയാം. 100-ൽ പരം രാജ്യങ്ങളായിട്ട് 10,000-കണക്കിന് റെസ്റ്റോറൻറ്റുകളാണ് മാക്ഡൊണാൾഡ്സ് തുറന്നിട്ടുള്ളത്. ഇവരുടെ ഓരോ വിഭവങ്ങളും ഫാക്ടറിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫാക്ടറി ടിവിയുടെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 1, ബൺ. ആദ്യം തന്നെ നമുക്ക് അവരുടെ ബൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവശ്യമായ മാവ് ഉണ്ടാക്കുക എന്നതാണ്. അതിനായി വലിയൊരു പാത്രത്തിലേക്ക് ബൺ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊടി, വെള്ളം, ലിക്വിഡ്, ഈസ്റ്റ്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുന്നു. പിന്നീട് ഫെർമെൻറ്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നു. ഏകദേശം 4 മണിക്കൂർ അതങ്ങനെ തന്നെ വയ്ക്കുന്നു. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ മറ്റു ചേരുവകൾ കൂടി ചേർക്കുന്നു. അതിനുശേഷം പിന്നെയും വലിയ മെഷീനുകൾ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നു. അടുത്തതായി ചെയ്യുന്നത് ഈ മാവ് ചെറിയ ബോളുകളായിട്ട് മുറിച്ചെടുക്കുക എന്നതാണ്. അതിനുവേണ്ടിയും പ്രത്യേക മെഷീനുകളുണ്ട്. പിന്നീട് ഈ ബോളുകൾ ഒരു പ്രത്യേക തരം ബേക്കിംഗ് പാനുകളിലേക്ക് മാറ്റുന്നു. ഏകദേശം 1 മണിക്കൂറോളം ബേക്കിംഗ് പാനുകളിൽ ഈ ബോളുകൾ ബേക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ കടത്തിവിടുന്നു. ആ സമയം പകുതി കുക്ക് ചെയ്ത ബണ്ണിൻ്റെ മേലേക്ക് എള്ള് വിതറുന്നു. അടുത്തതായിട്ട് 465 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ ബണ്ണുകൾ നന്നായിട്ട് ചുട്ടെടുക്കുന്നു. എന്നിട്ട് അവ ഒരു പ്രത്യേകതരം സ്പൈറൽ കൂളറിൽ വയ്ക്കുന്നു. ഏകദേശം 27 മിനിറ്റ് വരെ അവ സ്പൈറൽ കൂളറിൽ തന്നെ വയ്ക്കുന്നു. അതിനുശേഷം സ്പെഷ്യലിസ്റ്റുകൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് സ്ലൈസിംഗ് ആണ്. ആഫ്റ്റർ ബണ്ണുകൾ കൃത്യമായിട്ട് പാക്ക് ചെയ്യുന്നു. ഇത്രയുമായാൽ ബണ്ണ് നിർമ്മാണം കംപ്ലീറ്റ് ആവുകയായി. നെക്സ്റ്റ് നമ്പർ 2, ബീഫ്. അടുത്തായിട്ട് ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ബീഫ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വലിയ ട്രക്കുകളിലായിട്ട് മാംസം ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ആദ്യം തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് നടത്തുന്നു. എന്നിട്ട് അവ നന്നായിട്ട് കഴുകിയെടുക്കുന്നു. പല തരത്തിലുള്ള ബാക്ടീരിയ എന്നിവ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം മീറ്റ് ഗ്രൈൻഡിങ് മെഷീൻ ഉപയോഗിച്ച് അവർ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അവർ പ്രത്യേക ഷേപ്പിൽ മുറിച്ചെടുക്കുക എന്നതാണ്. എന്നിട്ട് അവ പ്രത്യേകം ഒരു ഫ്രീസറിൽ 24 മിനിറ്റ് സൂക്ഷിക്കുന്നു. ആഫ്റ്റർ അവ പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റുകളിലേക്ക് അയക്കുന്നു. ഒരു ഫാക്ടറിയിൽ ഒരു ദിവസം ഏകദേശം 30 ലക്ഷം ബീഫ് പാറ്റീസാണ് ഉണ്ടാക്കുന്നത്. ഇനി അവ റെസ്റ്റോറൻറ്റ് എത്തിക്കഴിഞ്ഞാലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്പർ 3, ലീഫ്. ബർഗറിൻ്റെ എല്ലാം ഉള്ളിൽ വെക്കുന്ന ഒരു പ്രത്യേകതരം ഇല നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവയ്ക്ക് വേണ്ടി പ്രത്യേകതരം കൃഷിയിടങ്ങൾ തന്നെയുണ്ട്. ചെടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും അതിൻ്റെ ക്വാളിറ്റി അവർ ചെക്ക് ചെയ്യുന്നു. വിളവെടുക്കാൻ സമയമാകുമ്പോൾ അത് വിളവെടുത്ത് ഫാക്ടറിയിൽ എത്തിക്കുന്നു. അവ നന്നായിട്ട് കഴുകി അണുവിമുക്തമാക്കുന്നു. പഴകിയതും കേടുള്ളതുമായിട്ടുള്ള ഇലകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. എന്നിട്ട് അവ ആവശ്യമായ രീതിയിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നന്നായിട്ട് പാക്ക് ചെയ്ത് അവർ റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ്, പിക്കിൾസ്. ഇനി ബർഗറിൽ വെക്കുന്ന പിക്കിൾ എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കണ്ടുവരുന്ന ഒരുതരം ചെറിയ കുക്കുംബറാണ് ഈ ഒരു പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഫാക്ടറിയിൽ എത്തിച്ചതിന് ശേഷം ക്വാളിറ്റി ചെക്ക് നടത്തുന്നു. എന്നിട്ട് അവ വലിയ പാത്രങ്ങളിൽ ഉപ്പിലിട്ട് വയ്ക്കുന്നു. ഉപ്പിലിട്ട് പാകമായവ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. അതിനുശേഷം അവ കുപ്പികളിലാക്കി പാക്ക് ചെയ്യുന്നു. കുപ്പികൾ വലിയ കാർഡ്ബോർഡ് പെട്ടികളിലേക്കാക്കി റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ്, കെച്ചപ്പ്. അടുത്ത് നമുക്ക് ഈ കെച്ചപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം കെച്ചപ്പ് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന ഘടകം തക്കാളിയാണെന്ന്. അതിനുവേണ്ടി പ്രത്യേക ഫാമുകളിൽ തക്കാളി വളർത്തിയെടുക്കുന്നു. അത് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകതരം വിത്തുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം അവർ ഫാക്ടറിയിൽ എത്തിച്ച് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് പലതരത്തിലുള്ള സ്പൈസുകൾ ചേർക്കുന്നു. അതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് സീക്രട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വിനേഗർ, ഷുഗർ തുടങ്ങിയ സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി പാസ്ചറൈസ് ചെയ്യുന്നു. എന്നിട്ട് അത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കുപ്പികളിലാക്കി പാക്ക് ചെയ്യുന്നു. ഇനി ചീസ് നിർമ്മാണം.
ഒരു ബർഗറിന് വേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് ചീസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പോവുകയാണ്. നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന വലിയ ചീസ് ആവശ്യമായ രീതിയിൽ മുറിച്ചെടുക്കുന്നു. ഇവ ഓരോ വലുപ്പത്തിൽ കൃത്യമായി മുറിച്ചെടുക്കാൻ വേണ്ടി അവിടെയുള്ള മെഷീനുകളാണ് സഹായിക്കുന്നത്. ഇനി നമ്പർ 8 ഫിഷ്. ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി അതിന് പകരം ഫിഷ് ഉപയോഗിക്കാറുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വല ഉപയോഗിച്ച് വലിയ മീനുകളെ പിടിക്കുക എന്നതാണ്. അതിനുശേഷം അവ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് മുറിക്കുന്നു. ചെറുതായി മുറിച്ച കഷ്ണങ്ങൾ ചെറിയ പാക്കറ്റുകളിലാക്കി പാക്ക് ചെയ്യുന്നു. അതിനുശേഷം അവ മറ്റൊരു ഫാക്ടറിയിലേക്ക് മാറ്റുന്നു. മീനുകളെയെല്ലാം ഗ്രൈൻഡറിൽ വെച്ച് അരച്ച് അവ ചെറിയ ബ്ലോക്കാക്കി മാറ്റുന്നു. എന്നിട്ട് അവ കൺവെയർ ബെൽറ്റിലൂടെ കൂടെ കടത്തിവിടുന്നു. അവിടെ വെച്ച് അതിലേക്ക് ആവശ്യമായ മാവും കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് ഇവ പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിക്കുകയാണ്. അവിടെ വെച്ചാണ് അവ കൃത്യമായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ ഫ്രഞ്ച് ഫ്രൈസ്. അടുത്തതായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചെയ്യുന്നത് പ്രത്യേകതര ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുക എന്നതാണ്. അവിടെ നിന്ന് പാകമായ ഉരുളക്കിഴങ്ങുകൾ ശേഖരിച്ച് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ഇവ നന്നായിട്ട് കഴുകിയെടുക്കണം. ഏകദേശം വാഷിംഗ് മെഷീൻ പോലെയുള്ള ഒരു ഉപകരണമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് നിരവധി തവണ ഇവ കഴുകിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങുകൾ കൃത്യമായ ആകൃതിയിൽ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ മുറിച്ചെടുക്കാൻ പ്രത്യേകതരം ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒപ്റ്റിക്കൽ സ്കാനർ, ലേസർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം അവരെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം പാക്കറ്റുകളിൽ പാക്ക് ചെയ്യുന്നു. പിന്നീട് അത് റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിക്കുന്നു. പിന്നീട് അവ റെസ്റ്റോറൻറ്റിൽ വെച്ച് പൊരിച്ചെടുക്കുന്നു. ഇത്രയുമായാൽ ഫ്രഞ്ച് ഫ്രൈസ് റെഡി. ഇനി കൊക്കക്കോള. ഇതെല്ലാം കഴിച്ചാൽ മാത്രം പോരല്ലോ, കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടല്ലേ. ഇനി നമുക്ക് കൊക്കക്കോള എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത് വെള്ളം മൾട്ടി പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതോടെയാണ്. പിന്നീട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവ പ്രത്യേകം മെഷീനിലേക്ക് കടത്തിവിട്ട് ഈ വെള്ളത്തിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. ശേഷം അവരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവ പാക്ക് ചെയ്യലാണ്. പ്രത്യേക മെഷീനുകളുടെ സഹായത്തോടെ അവ കുപ്പികളിൽ പാക്ക് ചെയ്യുന്നു. അതിനുശേഷം കുപ്പിയുടെ അടപ്പ് കൃത്യമായിട്ട് വയ്ക്കുന്നു. എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുള്ള കുപ്പികൾ അവിടെ നിന്ന് മാറ്റുന്നു. എന്നിട്ട് കുപ്പികളിൽ ലേബലുകൾ ഒട്ടിക്കുന്നു. അടുത്തതായി ഇവ പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ചിക്കൻ നഗറ്റ്സ്. ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഴി ചെറുതായിട്ട് മുറിച്ചെടുക്കുക എന്നതാണ്. അതിനു മുമ്പ് അതിന് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവ നന്നായിട്ട് അരച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അതോടൊപ്പം സെലറി, ബ്ലാക്ക് പെപ്പർ തുടങ്ങിയ സാധനങ്ങളും ഈ ഘട്ടത്തിൽ ചേർക്കുന്നു. ഇവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫോമിംഗ് മെഷീൻസിലേക്ക് ഈ പേസ്റ്റ് അയക്കുന്നു. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത ചിക്കൻ ഇവിടെ വെച്ച് 4 വ്യത്യസ്ത ഷേപ്പുകളിലാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മേലെ അവരുടെ സീക്രട്ട് മാവ് കൂടെ ഒഴിക്കുന്നു. അതിനുശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇവിടെ വെച്ച് പകുതി മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി കുക്ക് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റുകളിൽ വെച്ചാണ്. ഇത്രയുമായാൽ രുചികരമായിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് റെഡിയായി. ഇന്ന് അപ്പോൾ നമ്മൾ മാക്ഡൊണാൾഡ്സിൻ്റെ പലതരത്തിലുള്ള വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ. ഏതൊരു സാധനവും ഉണ്ടാക്കുമ്പോൾ മികച്ച ക്വാളിറ്റി ഉറപ്പുവരുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. മാക്ഡൊണാൾഡ്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ഫാക്ടറി TV for the wonderful factory making videos.